ബിഗ് ബോസ് സീസൺ 7 ഷാനവാസിനോട് മനസ്സ് തുറക്കുകയായിരുന്നു അനീഷ്. ഈ അടുത്ത ദിവസങ്ങളിലായിരുന്നു അനീഷ് ഷാനവാസ് ഫ്രണ്ട്ഷിപ്പ് ബോണ്ടിന്റെ സ്നേഹം നമ്മൾ ബിഗ് ബോസിലൂടെ കണ്ടത്. രണ്ടുപേർക്കും പരസ്പരം നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ലൈവ് എപ്പിസോഡിൽ ഷാനവാസിനെ തന്റെ ജീവിതകഥ പറഞ്ഞു കൊടുക്കുകയാണ് അനീഷ്. അനീഷ് ഇങ്ങനെ ഒരു റിയാലിറ്റി ഷോയിൽ വരുന്നുവെന്നും താനോ തന്റെ വീട്ടുകാരോ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. തന്റെ അനിയൻ ഒരു സ്പോർട്സ്മാൻ ആയതുകൊണ്ട് തന്നെ എല്ലാവരും അവനെ മാത്രമേ അറിയുന്നുള്ളായിരുന്നു, തന്നെ ആർക്കും തന്നെ അറിയില്ലായിരുന്നു എന്നും തന്റെ വീട്ടിൽ ഒരുപാട് ട്രോഫികൾ ഉണ്ടെന്നും അതെല്ലാം ഞങ്ങൾ രണ്ടുപേരും കൂടി നേടിയെടുത്തതാണെന്ന് വീട്ടിൽ വരുന്ന അതിഥികൾ ചോദിക്കും. ഇതൊക്കെ ആരുടെയാണ് എന്നാണ്. വീട്ടിലെ മക്കളുടെ ആണെന്ന് പറയുമ്പോൾ രണ്ടുപേർക്കും ഉണ്ടല്ലോ എന്നാണ് മറുപടി. കൂടുതൽ ട്രോഫി അനിയന്റെ പേരിലാണ്, എല്ലാവരും അവനാണ് കൂടുതൽ മിടുക്കനെന്ന് പറയും. പക്ഷേ തനിക്ക് അതിൽ വിഷമമൊന്നുമില്ലെന്നും താൻ അതിൽ സന്തോഷിക്കുന്നുവെന്നും അനീഷ് ഷാനവാസിനോട് പറയുന്നു. താൻ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു എന്നും തന്റെ ജോലിയിൽ കയറിയതിനു ശേഷമാണ് താൻ ഇങ്ങനെ മാറിയതെന്നും അനീഷ് പറയുന്നു. 10 വർഷത്തോളം ബാങ്കിൽ ജോലി ചെയ്തു. അവിടെയുള്ളവർ തന്നെ യൂസ് ചെയ്യണ്ട എന്നുള്ള കരുതി ഈ രീതി തുടർന്നു കൊണ്ടുപോയി. അതാണ് തന്റെ സ്വഭാവം ഇങ്ങനെ ആയി പോയതെന്ന് അനീഷ് ഷാനവാസിനോട് പറയുന്നു. ജോലിയിൽ ചെയ്ത ദിവസങ്ങൾ ഓർക്കുമ്പോൾ ആദ്യം തന്നെ ഓർമ്മ വരുന്നത് ഹൈദരാബാദിൽ ജോലി ചെയ്തതാണ്. അടിപൊളി ജീവിതമായിരുന്നു ഹൈദരാബാദിൽ അനീഷിന്റേത്. മലയാളി കോളനിയിലായിരുന്നു അനീഷിന്റെ താമസം. അവിടെയുള്ള കുട്ടികൾക്ക് താൻ മലയാളം പഠിപ്പിച്ചു കൊടുക്കുകയും അതിന് പകരമായിട്ട് അവർ എനിക്ക് ചിക്കൻ ഒക്കെ തരും എന്നായിരുന്നു അനീഷിന്റെ മറുപടി. താൻ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയത് മഹാരാഷ്ട്രയിലായിരുന്നുവെന്നും അവിടെ ഒരു വർഷം തികയുമ്പോൾ തന്നെ എനിക്ക് പറ്റാവുന്ന എല്ലാവരെയും സ്വാധീനിച്ച് കേരളത്തിലേക്ക് നല്ല ട്രാൻസ്ഫർ ആയി പോകുകയായിരുന്നു അനീഷ്. പിന്നീട് തന്റെ ജീവിതത്തിൽ നടന്ന നല്ല കാര്യങ്ങളായിരുന്നു. പക്ഷെ അതിന്റെ ഇടയ്ക്ക് കുറച്ച് കാലങ്ങൾക്ക് ശേഷം തന്റെ ജീവിതം തകിടം മറിഞ്ഞു ഒരു കാര്യം ഉണ്ടായി. വേറൊന്നുമല്ല, തന്റെ വിവാഹം. തന്റെ 32ാമത്തെ വയസ്സിൽ വിവാഹം കഴിക്കണമെന്നുള്ളൊരു താല്പര്യം കൊണ്ട് വീട് 2 നിലയിലാക്കി, ഒരു കാറ് വാങ്ങിച്ചു, എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. അനീഷ് മാനസികമായി വിവാഹത്തിന് തയ്യാറായി. പക്ഷേ എന്നാൽ പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് അനീഷ് വെളിപ്പെടുത്തുന്നില്ല. അത് വേണ്ട എന്ന് പറഞ്ഞ് സംസാരം നിർത്തുകയാണ് അവിടെ ചെയ്യുന്നത്. ആദ്യമായിട്ടാണ് അനീഷ് ബിഗ് ബോസ് ഹൗസിൽ ഒരാളോട് മനസ്സ് തുറക്കുന്നത്. തന്റെ സുഹൃത്തായ ഷാനവാസിനോടാണ്. ഇത്രയും അവർ അടുത്തിരിക്കുന്നു. ഒരു പ്യുവർ ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ്. കഴിഞ്ഞ ദിവസം ലാലേട്ടൻ വരുന്ന ഒരു എപ്പിസോഡിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ ഉത്തരങ്ങൾ പറഞ്ഞതും അനീഷ് തന്നെയാണ്. അതിന് സമ്മാനമായിട്ട് ലാലേട്ടൻ അനീഷിന് നൽകുന്നത് നഷ്ടപ്പെട്ടു പോയ തന്റെ നോമിനേഷൻ പവർ ആയിരുന്നു. ആ ഒരു മൊമെന്റ് ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് ഷാനവാസ് തന്നെയായിരുന്നു. തന്റെ അടുത്ത സുഹൃത്ത് അടുത്തിരുന്ന് കൈയടിച്ച് സന്തോഷം പ്രകടിപ്പിച്ചപ്പോൾ അനീഷിനും സന്തോഷം അടക്കാനാവില്ല. അനീഷ് പുറമേ എല്ലാവരുടെയും പോലെ അട്ടഹസിച്ച് നടക്കുന്ന ഒരു വ്യക്തിയല്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷെ ഷാനവാസ് അനീഷിനെ ഒരു നൈസായിട്ട് കൂടെ കൊണ്ടുപോയി അനീഷിന്റെ ആ ഒരു മഞ്ഞുമല ഒരുക്കിയെടുക്കുകയാണ് ഷാനവാസ് ചെയ്തത്. എന്തായാലും ഈ രണ്ട് കോംബോ ബിഗ് ബോസ് ഹൗസിനെ തന്നെ ഒരു വേറൊരു തലത്തിലേക്ക് എത്തിക്കുകയാണ് അനീഷ് ഷാനവാസ് കൂട്ടുകെട്ട്.